ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ഗൗതമിൻ്റെയും നന്ദയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കുറച്ച് ദിവസമായല്ലേ നമ്മൾ ഗൗതമിൻ്റെയും നന്ദയുടെയും വിശേഷമായിട്ട് വന്നിട്ട്. ഏതായാലും വിശേഷം പൊടി പൊടിച്ചു പോവുകയാണ്. സത്യങ്ങളൊക്കെ തിരിച്ചറിയാൻ പോവുകയാണ് നമ്മുടെ ലക്ഷ്മി. ആണോ അതോ അത് വെറും ഒരു സ്വപ്നമായി തീരുമോ എന്നൊക്കെ ഒരു സംശയം നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആകാംക്ഷപൂർവ്വമാണ് നിങ്ങൾ നോക്കിയിരിക്കുന്നതെന്നറിയാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞ് പരമ ബോറാക്കുന്നില്ല. നിങ്ങൾ എന്നെ വെറുതെ ചീത്ത വിളിക്കും. അതുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അല്ലേ. അങ്ങനെ ഏതായാലും പിങ്കി മനസ്സിൽ രണ്ടും കൽപ്പിച്ചാണ് വന്നിരിക്കുന്നത്. പിങ്കി എല്ലാ ദേഷ്യവും മനസ്സിലിരിക്കുകയാണ്. ഒരിക്കലും പിങ്കിക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല അർജുനെ തൻ്റെ ഭർത്താവായിട്ട് അംഗീകരിക്കുക എന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെന്തെങ്കിലും ഒരു തീരുമാനം എടുത്തേ പറ്റൂ. രണ്ടും കൽപ്പിച്ചുകൊണ്ട് ലക്ഷ്മിയോട് സത്യങ്ങളൊക്കെ പറഞ്ഞ് നന്ദേനെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം. അങ്ങനെ നന്ദ ഈ വീട്ടിൽ നിന്ന് പുറത്താകണമെങ്കിൽ അത് വേറെ ആരും വിചാരിച്ചാൽ പറ്റില്ല. ലക്ഷ്മി അമ്മായി വിചാരിക്കണം എന്ന ആ ഒരു ചിന്തയാണ് നമ്മുടെ പിങ്കിനെ കൊണ്ട് അതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. അങ്ങനെ നേരെ പിങ്കി ചെല്ലുന്നു. പിങ്കി ചെന്നിട്ട് വാതിലെ മുട്ടിയപ്പോഴത്തേക്ക് ലക്ഷ്മിക്ക് ദേഷ്യം വന്നു. ലക്ഷ്മി വാതിൽ തുറന്നു വന്നു. ഏതായാലും തുറന്നു വന്ന് നമ്മുടെ പിങ്കി കാര്യം പറയാൻ തുടങ്ങുമ്പോഴാണ് സത്യം പറഞ്ഞ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അങ്ങനെ ഏതായാലും ലക്ഷ്മി ചോദിച്ചു, എന്താടി നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ ലക്ഷ്മി അമ്മായി അറിയാത്ത പല കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. എല്ലാവരും അമ്മായിനെ വട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുക, വെറും പൊട്ടിയാക്കിക്കൊണ്ടിരിക്കുക. അതുമല്ല അറിയാമോ, അമ്മായി തലയെ കയറ്റി വെച്ചുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ ഒരു മരുമോള് നന്ദ, പൊന്നാര നന്ദമോള്. ആ നന്ദമോള് ചെയ്തു കൂട്ടിയിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് അറിയാമോ എന്നിങ്ങനെ ചോദിച്ചു. ഇത് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നീ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്? നന്ദമോൾ എന്ത് ചെയ്തെന്നാ പിങ്കി നീ വിളിച്ചു പറയുന്നത്? നീ എപ്പോഴും ആയി തോന്നുന്ന ഓരോന്ന് പറയുന്നത് പോലെ വീണ്ടും വീണ്ടും നീ പിങ്കിനെ കുറ്റം വയ്ക്കുന്നത് എന്തിനാ? അവൾ നിന്നോട് എന്ത് അപരാധവാടി ചെയ്തത് എന്നിങ്ങനെ ചോദിച്ചു. അപ്പോഴത്തേക്കും എന്നോട് അവൾ ഒരു ഉപദ്രവവും ചെയ്തിട്ടില്ല. ചെയ്തത് ആരോടാണെന്നറിയാമോ? അത് അമ്മായിയോടാ. അത് അമ്മായി അറിയാതെ അതിൽ കൂട്ടു നിന്നിട്ടുണ്ട് അമ്മായിയുടെ പുന്നാര മോനും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഏതായാലും കേട്ട് കഴിഞ്ഞിട്ട് എന്നെ കുറ്റക്കാരിയാക്കിയാൽ മതിയല്ലോ എന്ന് പറഞ്ഞു. ഏതായാലും ഇത് പറയുമോ? ഏതായാലും ഇത് പറയില്ല, അത് ഉറപ്പാണ്. അതിനു മുമ്പായിട്ട് നമ്മുടെ ഗൗതം അവിടെ വരികയും നന്ദ അവിടെ വരികയും നമ്മുടെ പിങ്കിക്ക് മറ്റൊരു ഭീഷണിയാണ് അവിടെ ഉണ്ടാവുന്നത്. മറ്റൊരു ഭീഷണി എന്തായിരിക്കും? അത് വേറൊന്നുമല്ല, പിങ്കിയുടെ പല കേസുകളും ഗൗതം മറച്ചു വെച്ചിട്ടുണ്ട്. കാരണം പിങ്കി ആ വീട്ടിൽ നന്ദയ്ക്കെതിരെ ചെയ്ത കുറേ കേസുകളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ ഒരു മാലയുടെ കേസൊക്കെ, ആ കേസ് സഹിതം അങ്ങനെ കുറേ കേസുകൾ നമ്മുടെ ഗൗതം പിങ്കിയിൽ നിന്ന് അങ്ങ് മാറ്റി നിർത്തി. എന്നിട്ട് അവിടെ സാന്ദ്രേനെ പ്രതിയാക്കിയിട്ടും പിങ്കി ആണെന്ന് ഇതുവരെ അവിടെ ആരോടും പറഞ്ഞിട്ടില്ല. എന്നിരുന്നാൽ ഏതായാലും നമ്മുടെ ഗൗതം അവസരം വിനിയോഗിക്കാതിരിക്കുമോ? ഈ അവസരം ഗൗതം വിനിയോഗിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ പിങ്കിയോട് പറയുകയാണ്. അങ്ങനെ പിങ്കിനെ ഇവർ തമ്മിൽ ലക്ഷ്മിയും പിങ്കിയും സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ഗൗതം കയറി വന്നിട്ട് പിങ്കി നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചിട്ട്, നിനക്ക് അമ്മയോട് എന്താ പറയാനുള്ളത്? അമ്മ ഒരു കാര്യം ചെയ്യുക, ഇവക്ക് ഭ്രാന്താ പോകാൻ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പിങ്കി എനിക്ക് പറയണം എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഗൗതം വലിച്ചുകൊണ്ട് പോയിട്ട് നല്ല ഭീഷണിപ്പെടുത്തൽ തന്നെയാണ് പെടുത്തുന്നത്. ഏതായാലും മണിച്ചിത്രത്താഴിട്ട് പൂട്ടുക എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അതുക്ക് മേലെ ഇട്ട് നമ്മുടെ പിങ്കിനെ ഒരു പൂട്ടുകയാണ്. ആ ലോക്കിൽ നമ്മുടെ പിങ്കി വീഴുകയാണ് കേട്ടോ. പിങ്കിക്ക് പിന്നെ മുന്നോട്ടേക്ക് ഒരു സ്റ്റെപ്പ് പോലും വെക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ, നമ്മുടെ ഗൗതം വരയ്ക്കുന്ന വരയിൽ നിൽക്കേണ്ട ഒരവസ്ഥ ആയിത്തീരുകയാണ്. ഇല്ലെങ്കിൽ കേസാകും, ജയിലിൽ പോകേണ്ട വരും. അങ്ങനെ പല പ്രശ്നങ്ങൾ നമ്മുടെ പിങ്കിക്കുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പിങ്കി ഇത് പറയാതിരിക്കുന്നത് കേട്ടോ. ഏതായാലും നമ്മുടെ പിങ്കി പറയുന്നൊന്നുമില്ല. എല്ലാവർക്കും ചെറിയ പേടിയൊക്കെ ഉണ്ട്. അതുപോലെ നമ്മുടെ തമ്പലൈനൊക്കെ കാണുമ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടും. പൊങ്കാലിടാൻ വരരുതേ, നമുക്ക് തമ്പലൈനിൽ മാത്രമല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ വേറെ ഒന്നുമല്ല, നമുക്ക് തമ്പലൈൻ ഇങ്ങനെ ഇടുന്നതിന് എല്ലാവരും ഇങ്ങനെ പരാതിയൊക്കെ പറയാറുണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, നമുക്ക് തമ്പലൈൻ ഏതൊരു യൂട്യൂബേഴ്സ് എടുത്താലും എന്തെങ്കിലും ഒരു ഇത് കാണുമല്ലോ, ഒരു നമുക്ക് ആകർഷിക്കാൻ വേണ്ടി ഒരു ഇത് കാണും. അന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ കഥ വന്ന് പറയുന്നത് കള്ളമൊന്നും അല്ല കേട്ടോ. അപ്പോൾ ഏതായാലും എൻ്റെ സ്ഥിരം പ്രേക്ഷകർക്ക് അറിയാം, നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും. ഏതായാലും നമ്മുടെ ലക്ഷ്മിക്കൊരു സംശയം, ലക്ഷ്മി എന്തായിരിക്കും പിങ്കി പറയാൻ ഉദ്ദേശിച്ചതെന്ന് വല്ലാത്തൊരു ഡൗട്ടുണ്ട് കേട്ടോ ലക്ഷ്മിക്ക്. ഏതായാലും നമ്മുടെ നന്ദ ആ ഒരു ഡൗട്ടൊക്കെ മാറ്റി കൊടുക്കും. നന്ദ പറയും, അമ്മ വേറെ ഒന്നുമല്ല, അർജുൻ്റെ കാര്യം തന്നെയാണ്. അർജുൻ വരാൻ പോവുകയാണ്. അർജുൻ്റെ വിവരങ്ങളൊക്കെ പറയും. അപ്പോൾ ആ ഒരു വിവരങ്ങളൊക്കെ പറയുന്നത് കൊണ്ട് തന്നെ അർജുൻ്റെ ആ ഒരു ഇത് കാരണം
അവിടെ ആ കേസ് അങ്ങ് മാഞ്ഞ് തേഞ്ഞ് തീരുകയാണ്. കാരണം നമ്മുടെ ആരാ മറന്നും പോയി, പേരൊക്കെ പെട്ടെന്ന് മറന്നു പോകുന്നു, കുറച്ച് ദിവസമായില്ലേ കഥയൊക്കെ ചെയ്തിട്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഗാഥ തൻ്റെ ഭർത്താവിൻ്റെ മകളാണെന്നുള്ള സത്യം അതൊക്കെ അങ്ങ് മാഞ്ഞു പോവുകയാണ്. ഇനിയിപ്പോൾ കൂടുതലായി നമ്മൾ കാണാൻ പോകുന്നത് അർജുൻ തിരിച്ചെത്തുന്നു. അർജുൻ തിരിച്ചെത്തി കഴിയുമ്പോഴേക്കും നമ്മുടെ പിങ്കി സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൗതമിൻ്റെ കളിപ്പാവയായിട്ട് മാറുകയാണ്. കളിപ്പാവ എന്ന് പറഞ്ഞാൽ ഗൗതം അങ്ങോട്ട് ചാടാൻ പറഞ്ഞാൽ അങ്ങോട്ട് ചാടേണ്ട അവസ്ഥയും ഇങ്ങോട്ട് ചാടാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് ചാടേണ്ട അവസ്ഥയും ആയി തീരുകയാണ്. അങ്ങനെ ഗൗതവും പിങ്കിയല്ല നമ്മുടെ നന്ദയുടെയും ആ ഒരു വക്രബുദ്ധി ഉപയോഗിച്ച് വീണ്ടും ഒരു കല്യാണം അവിടെ നടത്തുന്നു. ആ ഒരു കല്യാണം വേറൊന്നുമല്ല, പിങ്കിയുടെയും നമ്മുടെ അർജുൻ്റെയും വിവാഹമാണ്. അപ്പോൾ അതുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ഗാഥയുടെ കേസ് പൂർണ്ണമായും അവിടെ മറന്നു പോവാണ് കേട്ടോ. ഏതായാലും നമ്മുടെ അർജുൻ തിരിച്ചു വരുന്നതോട് തന്നെ പിങ്കിയുടെ എല്ലാ കളികൾക്കും ഒരു സ്റ്റോപ്പ് ആവാൻ പോവുകയാണ്. എങ്കിലും നമ്മുടെ പിങ്കി അങ്ങനെ അടങ്ങിയിരിക്കുമൊന്നും ഇല്ല കേട്ടോ. ഏതായാലും നാളെ തന്നെ ആ അർജുൻ്റെ കാര്യം സംസാരിക്കുന്നുണ്ട് വീട്ടിൽ. അർജുൻ്റെ കാര്യം സംസാരിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ പിങ്കിയല്ല നന്ദ പറയുന്നുണ്ട് പിങ്കിയോട്, നീ എത്ര പണിപ്പെട്ടാലും ഒരിക്കലും എൻ്റെ ഗൗതം സാറിനെ നിനക്ക് സ്വന്തമാക്കാൻ കഴിയില്ല. കാരണം നിൻ്റെ കഴുത്തിൽ കിടക്കുന്ന ആ താലിയുടെ ഉടമ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നീ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം ഒന്നും നടക്കില്ല. ഇവിടെ അർജുൻ വരികയും അർജുൻ്റെ ഭാര്യയായിട്ട് തന്നെ നീ ഈ വീട്ടിൽ ജീവിക്കുകയും ചെയ്യും. അത് ഞാനും ഗൗതം സാറും കാണും. അതുപോലെ ഞാനും ഗൗതം സാറും ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കുന്നത് നീ കാണും. എന്തിനാ പിങ്കി നീ വെറുതെ കിടന്ന് നിൻ്റെ ജീവിതം തന്നെ അവസാനിപ്പിക്കുന്നത്? നിൻ്റെ ജീവിതം അവസാനിപ്പിച്ചിട്ട് നിനക്ക് വല്ലതും നേടാനുണ്ടോ? അതുമല്ല, പിന്നെ നീ ലക്ഷ്മി അമ്മയുടെ ജീവിതം കുളം തോണ്ടിയിട്ട് നിനക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടോ? ഇതൊന്നും കിട്ടാനില്ലല്ലോ. പിന്നെ എന്തിനാ നീ വീണ്ടും ഇങ്ങനെ ഓരോന്ന് ചെയ്ത് കൂട്ടി ഓരോരുത്തരുടെ പ്രാക്ക് മേടിച്ച് കൂട്ടുന്നത്? നിനക്ക് അർജുനെയും വിവാഹം കഴിച്ച് അർജുൻ വന്നാൽ അർജുനെ സ്വന്തം ഭർത്താവായിട്ട് അംഗീകരിച്ച് നിനക്ക് സുഖമായിട്ട് ജീവിക്കത്തില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എങ്കിലും നമ്മുടെ പിങ്കി അവിടെ വെല്ലുവിളിക്കുകയാണ് നന്ദനെ. നീ ഒറ്റയൊരുത്തി കാരണമാണ് ഇപ്പം എനിക്ക് ഈ ഒരു അവസ്ഥ വന്നത്. അതുകൊണ്ട് നീ ഈ വീട്ടിൽ നിന്നും ഇറങ്ങുവാനുള്ളത് അത് എന്താണെങ്കിലും അത് ഞാൻ ചെയ്തിരിക്കും. ഏതായാലും ഇപ്പം നീ ഇവിടെ വിജയിച്ചു കാണും, പക്ഷേ ഇനി നീ വിജയിക്കാൻ പോകുന്നില്ല. ഈ തോറ്റു നിൽക്കുന്ന പിങ്കി ആയിരിക്കും ഇനി ഓരോ നിമിഷവും വിജയിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് വെല്ലുവിളിയോടുകൂടിയാണ് നമ്മുടെ പിങ്കി നിൽക്കുന്നത് കേട്ടോ. ഏതായാലും പിങ്കിയുടെ ആ ഒരു അഹങ്കാരത്തിന് കുറച്ച് ശമനമൊക്കെ വരുന്നുണ്ട്. ഏതായാലും നമ്മുടെ പിങ്കിക്ക് പേടിയുണ്ട് ജയിലിൽ പോയി കിടക്കാനൊക്കെ. തെളിവ് സഹിതമുണ്ട് ഗൗതമിൻ്റെ കയ്യിലെല്ലാം, എല്ലാ രേഖകളും ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ ഗൗതം പൂട്ടിയ പൂട്ടിൽ പിങ്കി വീഴുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നിങ്ങളൊക്കെ ആകാംക്ഷപൂർവ്വം ഇരിക്കുകയാണെന്ന് അറിയാം. ആ സത്യങ്ങളൊക്കെ അറിയുമോ? നമ്മുടെ ലക്ഷ്മി അങ്ങനെ പൊട്ടിത്തെറിക്കുന്നത് എന്താണ് എന്നൊക്കെ. ഇല്ല, നമ്മുടെ ലക്ഷ്മി ആ ഒരു പൊട്ടിത്തെറിയൊക്കെ എന്ന് പറയുന്നത് ഒരിക്കലും അത് സത്യമല്ല. അത് വെറും ഒരു തോന്നൽ മാത്രമാണ്. ആ ഒരു നിമിഷം തോന്നുന്ന ഒരു തോന്നൽ മാത്രമാണ്. അതും പിങ്കിക്ക് പെട്ടെന്ന് തോന്നുന്ന ഒരു തോന്നലാണ് കേട്ടോ. കാരണം പിങ്കിക്ക് ആ ഒരു നിമിഷം പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കുമെന്ന് തോന്നുന്നു, പക്ഷെ അങ്ങനെ സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. കിടിലൻ വിശേഷമാണ് വരാനിരിക്കുന്നത്. അപ്പോൾ ഫുൾ വിശേഷവുമായിട്ട് നാളെ രാവിലെ നമുക്ക് വരാൻ പറ്റുമോ എന്നറിയില്ല, നോക്കാം. ഇനിയിപ്പോൾ ഫുൾ വിശേഷം വൈകിട്ടാണെങ്കിൽ എപ്പോഴാണോ നമ്മുടെ ഫുൾ വിശേഷം വരുന്നത് അപ്പോൾ നമ്മൾ ഫുൾ വിശേഷമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ മറക്കാതെ കാണുക. ഇനി നമ്മൾ എന്നും നമ്മുടെ ഗൗതമിൻ്റെയും പിങ്കിയുടെയും കഥ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാണണേ, സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷയോടെ തന്നെ നിർത്തുന്നു. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു അടിപൊളി ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുന്നു. അടുത്ത വിശേഷമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.